പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജൂൺ 24 ബുധനാഴ്ച. 1 ശമൂവേൽ 22 അധ്യായം 2 വാക്യം. ഞെരുക്കമുള്ളവർ, കടമുള്ളവർ, സന്തുഷ്ടിയില്ലാത്തവർ എന്നീ വകക്കാരൊക്കെയും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവർക്ക് തലവനായി തീർന്നു. അവനോടുകൂടെ ഏകദേശം 400 പേർ ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ വഴികളിൽ ചിലപ്പോൾ നാം വെളിച്ചം തേടുന്ന യാത്രികരാകുന്നു. ചുറ്റും ആളുകളുണ്ടെങ്കിലും ഉള്ളിൽ ഏകാന്തതയുടെ നിമിഷങ്ങൾ. ചിരികൾ അധരങ്ങളിൽ വിരിയുമ്പോഴും ഹൃദയത്തിൽ കണ്ണുനീർ ഒഴുകുന്ന നിമിഷങ്ങൾ. പ്രതീക്ഷകൾ തകർന്നു വീഴുമ്പോൾ, പ്രാർത്ഥനകൾക്ക് ഉത്തരം വൈകുമ്പോൾ നാം ഒരു അഭയസ്ഥാനം തേടുന്നു. അത്തരം ഒരു രാത്രിയിലായിരുന്നു ദാവീദ് ഒരു ഗുഹയിൽ എത്തിയത്. ഇന്നലെ വരെ രാജസഭയിൽ വീണ വായിച്ചിരുന്നവൻ ഇന്ന് ഒരു ഗുഹയുടെ ഇരുളിൽ ഒറ്റയ്ക്കിരിക്കുന്നു. ഇന്നലെ വരെ ജനങ്ങളുടെ പുകഴ്ച കേട്ടവൻ ഇന്ന് ജീവന് വേണ്ടി ഓടുന്ന അഭയാർത്ഥിയാണ്. എന്നാൽ ദൈവം പലപ്പോഴും തൻ്റെ ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നത് മനുഷ്യർ ഇരുട്ടു മാത്രം കാണുന്ന പശ്ചാത്തലങ്ങളിലാണ്. ഗുഹയുടെ വാതിലുകൾ തുറന്നപ്പോൾ അവിടേക്ക് വന്നത് സമൂഹത്തിൻ്റെ നായകരല്ല, തകർന്ന ഹൃദയങ്ങളായിരുന്നു. കഷ്ടതകളാൽ ക്ഷീണിച്ചവർ, കടഭാരങ്ങളാൽ കുനിഞ്ഞവർ, ജീവിതത്തിൻ്റെ മുറിവുകളുമായി അലഞ്ഞവർ. അവർ ദാവീദിൻ്റെ അടുക്കൽ എത്തുന്നു. അവർ ഗുഹയിലേക്ക് വന്നതല്ല, പ്രത്യാശയുടെ ഒരു ദീപത്തിലേക്കാണ് അവരെത്തിച്ചേർന്നത്. കാരണം മുറിവേറ്റ ഹൃദയങ്ങൾക്ക് മറ്റൊരു മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഭാഷ മനസ്സിലാകും. ഈ ദൃശ്യത്തിൽ നാം മറ്റൊരു ദാവീദിനെ കാണുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ. ഇന്നും ജീവിത ഭാരങ്ങളാൽ തളർന്നവർ അവിടുത്തെ അടുക്കൽ വരുന്നു. പാപഭാരമുള്ളാൽ നെടുവീർപ്പെടുന്നവർ അവിടുത്തെ പാദങ്ങളിൽ എത്തുന്നു. ലോകം തള്ളിക്കളഞ്ഞവരെയും പരാജിതരെന്ന് മുദ്ര കുത്തിയവരെയും ക്രിസ്തു തൻ്റെ സ്നേഹ ഹൃദയത്തിലേക്ക് ചേർക്കുന്നു. അവിടുന്ന് ആരോടും ചോദിക്കുന്നില്ല നീ എത്ര മഹാനാണ്. അവിടുന്ന് ചോദിക്കുന്നത് നീ എത്ര ഭാരപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് അളക്കുന്നത് നമ്മുടെ ശക്തിയല്ല, നമ്മുടെ വിശ്വാസം. ആ ഗുഹ ഒരു സാധാരണ ഗുഹയല്ലായിരുന്നു. അത് തകർന്ന മനുഷ്യർ പുതിയ ജീവിതം കണ്ടെത്തിയ ഒരു വിദ്യാലയമായിരുന്നു. അവിടെ എത്തിയവർ പിന്നീട് ദാവീദിൻ്റെ വീരന്മാരായി മാറി. അതാണ് ദൈവത്തിൻ്റെ അത്ഭുതം. മനുഷ്യർ ഉപേക്ഷിച്ച കല്ലുകൾ കൊണ്ടാണ് ദൈവം തൻ്റെ ആലയം നിർമ്മിക്കുന്നത്. ലോകം അവസാനമെന്നെഴുതിയ ജീവിതങ്ങളിൽ ദൈവം പുതിയ അധ്യായങ്ങൾ ആരംഭിക്കുന്നു. കണ്ണുനീരിൽ വിതച്ച വിത്തുകളെ അവിടുന്ന് സന്തോഷത്തിൻ്റെ കൊയ്ത്താക്കി മാറ്റും. ഇത് നമ്മുടെ ഹൃദയവും ആ ഗുഹ പോലെ ഇരുണ്ടിരിക്കാം. പറയാനാവാത്ത വേദനകൾ, ആരും മനസ്സിലാക്കാത്ത മുറിവുകൾ, നാളെയെക്കുറിച്ചുള്ള ഭയങ്ങൾ, ഇവയൊക്കെ നമ്മെ ചുറ്റിയിരിക്കാം. എന്നാൽ ഓർക്കുക, ഗുഹയുടെ ഇരുട്ടിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ വെളിച്ചം. മുറിവിൻ്റെ ആഴത്തേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ സൗഖ്യം. കണ്ണുനീരിൻ്റെ ഒഴുക്കിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ ആശ്വാസം. അതിനാൽ ഇത് നമുക്കും ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം. കാരണം തകർന്ന ഹൃദയങ്ങളെ അവിടുന്ന് ഒരിക്കലും നിരസിക്കുന്നില്ല. ക്ഷീണിച്ച ആത്മാക്കളെ അവിടുന്ന് ഒരിക്കലും കൈവിടുന്നില്ല. ഗുഹയുടെ ഉള്ളിൽ പ്രത്യാശ വിരിഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുണ്ട ഇടങ്ങളിലും ദൈവകൃപയുടെ പ്രഭാതം ഉദിച്ചുയരട്ടെ. ഓർക്കുക, ചിലപ്പോൾ ദൈവം നമ്മെ കൊട്ടാരങ്ങളിൽ നിന്ന് ഗുഹകളിലേക്ക് നയിക്കും. പക്ഷെ ആ ഗുഹകളിലാണ് അവിടെ നമ്മുടെ വിധിയും നമ്മുടെ വിശ്വാസവും നമ്മുടെ ഭാവിയും രൂപപ്പെടുത്തുന്നത്. പ്രാർത്ഥിക്കാം. സ്നേഹിതയായ കർത്താവേ, തകർന്ന ഹൃദയങ്ങളുടെ അഭയകേന്ദ്രമായ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ വരുന്നു. ഞങ്ങളുടെ ഭാരങ്ങളും വേദനകളും നിരാശകളും
അങ്ങയുടെ പാദങ്ങളിൽ സമർപ്പിക്കും. ആ ഗുഹയിലെത്തിയവരെ പോലെ ഞങ്ങളെയും അങ്ങയുടെ കൃപയാൽ രൂപാന്തരപ്പെടുത്തണമേ. നിരാശയ്ക്ക് പകരം പ്രത്യാശയും, ഭയത്തിന് പകരം ധൈര്യവും, കണ്ണുനീരിന് പകരം സന്തോഷവും നൽകണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.